തിരക്ക് പിടിക്കല്ലേ, അവസരം തരാ. ഒന്ന് പതിയട്ടെ. ഓക്കെ, ഞാൻ വിചാരിച്ചു തുടങ്ങാറായി. ഓൾ ദ ബെസ്റ്റ് രണ്ടാൾക്കും. തുടങ്ങിക്കോളൂ. താങ്ക് യു മാം. ഹാപ്പി ഈവനിങ് ടു എവരി വൺ. മൈസെൽഫ് ഹസീന വി കെ. കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. എന്റെ ഗ്രാജുവേഷൻ BSc നഴ്സിംഗിലും മാസ്റ്റേഴ്സ് ചെയ്തത് കൗൺസിലിംഗ് സൈക്കോളജിയിലാണ്. അറ്റ് പ്രസന്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിലാണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. പിമ്പിൾ അക്കാഡമിയിലെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് 23rd ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ് ഞാൻ. നമ്മളെല്ലാവരും ഇപ്പോഴുള്ളത് പിമ്പിൾ അക്കാഡമിയുടെ കീഴിൽ നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലാണ്. ഇതിൽ സെഷൻസ് ഹാൻഡിൽ ചെയ്യാൻ എത്തുന്നത് പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തവരാണ്. ഈ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് എന്നത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിയെയും കരിയറിനെയും മാറ്റാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും ആത്മവിശ്വാസമുള്ള ഒരു ട്രെയിനറായി നമ്മളെ വളരാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം നമ്മെ സഹായിക്കുന്നുണ്ട്. വളരെ സ്പഷ്ടമായി സംസാരിക്കാനും ആളുകളെ സ്വാധീനിക്കാനും ഒരു പ്രൊഫഷണൽ ട്രെയിനർക്ക് സാധിക്കുന്നു. ആഫ്റ്റർ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് നമ്മുടെ അറിവും അനുഭവവും ഉപയോഗിച്ച് ആളുകളുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്താനും നമുക്ക് കഴിയുന്നു. അതൊരു നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതൊരു ലൈഫ് ലോങ് ലേണിംഗ് പ്രോസസ് കൂടിയാണ്. നമ്മുടെ വിംബിൾ അക്കാഡമിയിൽ നിന്നും ഒരു പ്രൊഫഷണൽ ട്രെയിനർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയും നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ഫൈസൽ സാറും അർച്ചന മാമും അതിനു വേണ്ടിയിട്ട് നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് പോയിന്റ്സ് അവര് നമുക്ക് പറഞ്ഞു തരികയും നമ്മളെ തിരുത്തേണ്ടടുത്ത് നമ്മളെ തിരുത്തുകയും അതുപോലെ തന്നെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ട് നമ്മുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അവര് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. താങ്ക്സ് ടു ഫൈസൽ സർ ആൻഡ് അർച്ചന മാം. നമ്മുടെ ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിൽ നമുക്ക് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ അംബിക മാം ആണ്. ഷീസ് ഫ്രം ആലുവ. മാമിന്റെ ക്വാളിഫിക്കേഷൻസ് BTech, MTech, MA ഇംഗ്ലീഷ് ആൻഡ് MA സൈക്കോളജി ആണ്. മാം ഒരു റിട്ടയർഡ് ടീച്ചറാണ്. മാം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനും അറിവുകൾ വീണ്ടും വീണ്ടും നേടാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ്. മാം അവയർനെസ് ക്ലാസ്സസ് ഒക്കെ നൽകുന്നുണ്ട്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൈൻഡ് ദ ഗ്യാപ്പ് എന്നാണ്. അതൊരു ഡിഫറെന്റ് മെസ്സേജ് നൽകുന്ന ഒരു ടോപ്പിക്കാണ്. കാലാനുസൃതമായി നമുക്ക് മാറ്റങ്ങൾ വരുത്താനും സ്വയം നമ്മെ വളർത്തുവാനും ഇത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. നമ്മുടെ അംബിക മാം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കും നമ്മളോട്. മാമിനെ എല്ലാവിധ ആശംസകളും നേരുന്നു. സെഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കട്ടെ. നമ്മുടെ അംബിക മാമിനെ ഈ സെഷനിലോട്ട് വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ഈ സെഷനിലോട്ട് ജോയിൻ ചെയ്ത എല്ലാവരെയും ഓരോരുത്തരെയും ഞാൻ ഈ സെഷനിലോട്ട് വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് താങ്ക്സ് ടു എവരി വൺ. ഓക്കെ, ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പൊ ഹസീന നല്ലൊരു ഇൻട്രോ തന്നിട്ടുണ്ട്. അത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും താങ്ക് യു ഹസീന ഫോർ യുവർ ഇൻട്രോ. ഓക്കെ, അപ്പോ ഞാൻ അംബിക. എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മുടെ സെഷൻ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം, എന്നാലും ഇൻട്രോ പറയണമല്ലോ. അപ്പൊ ഞാൻ അംബിക, ആലുവയിൽ നിന്നാണ്. ഞാനൊരു റിട്ടയേർഡ് പോളിടെക്നിക് ലെക്ചററാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സൈക്കോളജി പഠിച്ചതും. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിൻബിളിൽ എത്തിപ്പെട്ടത്. അപ്പോൾ എനിക്ക് ഇപ്പൊ വിൻബിളിനെ കുറിച്ച് പറയാൻ രണ്ടു വാക്ക് പറയാതെ പറ്റില്ലല്ലോ. അപ്പൊ വിൻബിൾ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ ഈ 2 വർഷത്തെ സൈക്കോളജി പഠനം കഴിഞ്ഞ് ഞാൻ വിൻബിളിൽ വരുമ്പോൾ എനിക്ക് വലിയ സൈക്കോളജി ഒന്നും അത്ര കാര്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. അത് പറയാലോ. കാരണം എന്താ വെച്ചാൽ അന്ന് നമ്മൾ പഠിക്കുന്നത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലാണ്. പക്ഷെ അത് എനിക്ക് രജിസ്റ്റേർഡ് ആയത് ഈ വിൻബിൾ വന്നതിന് ശേഷമാണ്. അപ്പം അവിടെ നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വർഷ മാമായാലും സ്നേഹ മാമായാലും പിന്നെ നിസാർ സാർ ആയാലും വളരെ നല്ല സെഷൻസ് നമുക്ക് എടുത്തു തരുന്നുണ്ട്. അതൊരു ചെറിയ ഫീല് നമുക്ക് നല്ലൊരു സെഷൻ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് വിൻബിളിന് അതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ശരിക്കും
ഞാൻ വന്ന ആളല്ല ഇപ്പൊ, എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ട്രെയിനേഴ്സ് ടോക്കിൽ വരാൻ പറ്റിയതും ഒക്കെ അതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ ഞാൻ 23ാമത്തെ ബാച്ചിലെ ട്രെയിനറാണ്. അപ്പൊ ഞാനിപ്പം ട്രെയിനിങ് സെഷനിൽ ആദ്യമായിട്ട് 1 അവറിന്റെ ഒരു സെഷൻ എടുക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളെ ഈ വിൻബിളിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ല അക്കാദമി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ വിൻബിളിന് കൊടുക്കുന്ന ഒരു ചെറിയ അവാർഡായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ടേക്ക് അവേ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ എന്തായാലും അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നല്ലൊരു അക്കാദമിയാണ്. അപ്പൊ അതിന്റെ വളർച്ചയിൽ നമ്മളും ഭാഗവക്കാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കും. ഞങ്ങളിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു അർച്ചന മാം. പിന്നെ അർച്ചന മാമിന്റെയും ഫൈസൽ സാറിനെയും ഒന്നും വിട്ടുപോകാൻ പറ്റില്ല. കാരണം അവരൊക്കെ ഒരുപാട് നമ്മളെ ഈ ട്രെയിനേഴ്സ് ഈ സെഷനിൽ നമ്മളെ മെന്ററിങ് നടത്തിയിട്ടും എല്ലാ മോഡ്യൂൾസും വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്ത് ഫൈസൽ സാറിനെയും പിന്നെ നമ്മളെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ തെറ്റുകൾ തിരുത്തി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന അർച്ചന മാമിനും എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല, മതിയാകില്ല എന്ന് വേണം എനിക്ക് ഓർമ്മിപ്പിക്കാൻ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന വിൻബിൾ അക്കാദമിക്കും അതിന്റെ എല്ലാ ഫാക്കൽറ്റീസിനും അതുപോലെ ഇന്ന് എന്നെ കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ മാം എനിക്ക് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? ചാനൽ പോയോ? ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാനൊരു ഷെയർ ചെയ്യാൻ പറ്റണം. പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. യു ഷുഡ് ബി ഏബിൾ ടു. ഓക്കെ ഓക്കെ. ഓക്കെ മാം, കാണാൻ പറ്റുന്നില്ലേ മാം? ഇല്ല, അംബിക പി കെ ഹാസ് സ്റ്റാർട്ടഡ് സ്ക്രീൻ ഷെയറിംഗ് എന്ന് മാത്രമേ എഴുതി കാണിക്കുന്നുള്ളൂ. സ്ക്രീൻ കാണുന്നില്ലല്ലോ. കാണുന്നുണ്ട് ഓ, വന്നോ? കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. മൈൻഡ് ദ ഗ്യാപ്പ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എൻ്റെ ഒരു ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൈൻഡ് ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വളരെ ചെറിയ ടോപ്പിക്കാണ്. അപ്പൊ ഞാനിപ്പം ഇതിനകത്ത് മൈൻഡ് ദ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മൈൻഡ് ദ ജനറേഷൻ ഗ്യാപ്പ് എന്നാണ്. അപ്പൊ ജനറേഷൻ ഗ്യാപ്പ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് എങ്ങനെ അത് നമുക്ക് ഒരിക്കലും ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓരോ ജനറേഷൻ വരുമ്പോഴും നമുക്ക് അവരിൽ നിന്നൊരു ഗ്യാപ്പ് തന്നെ ഉണ്ടാകും. അത് പുതിയ ജനറേഷൻ വരുമ്പോഴും അത് അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അത് നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ് വിത്ത് ദ പ്രാക്ടീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്കെങ്ങനെ പ്രാക്ടീസും അണ്ടർസ്റ്റാൻഡിങ്ങും വഴി നമുക്കിതെങ്ങനെ മാനേജ് ചെയ്യാം, എന്താണ് ജനറേഷൻസ്, എന്താണ് ജനറേഷൻ ഗ്യാപ്പ് എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ കാര്യം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഈ യങ്ങർ ജനറേഷന്റെ കൂടെ അവരുടെ കൂടെ ഞാൻ എല്ലാ സ്റ്റഡീസും എനിക്ക് തോന്നുന്നു ഞാൻ അധികം സ്റ്റഡീസൊക്കെ പാർട്ട് ടൈം ആണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ യങ്ങർ ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാനും അവരുടെ സ്കില്ല് യൂസ് ചെയ്യാനും ഒക്കെ എനിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ എടുക്കുന്നതിൽ സന്തോഷം കാണുന്നു. ഓക്കെ, അപ്പോ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? കാണാൻ പറ്റുന്നതില്ലേ? ദ്രോണാചാര്യ ആൻഡ് അർജുന. അപ്പൊ ഓക്കെ, അപ്പൊ ഇത് ഞാൻ മഹാഭാരതത്തിൽ നിന്നുള്ള ദ്രോണാചാര്യരെയും അർജുനനെയും ഒരു സിംബോളിക് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പിക്ചറൈസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നമുക്കറിയാമല്ലോ നമ്മുടെ പുരാതന ഇതിഹാസമാണ് മഹാഭാരതം. അപ്പൊ അന്ന് എത്രയോ 5000 വർഷങ്ങൾക്ക് മുൻപ് രചിച്ചിട്ടുള്ള ഈ മഹാഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്ന് വേദവ്യാസൻ വളരെ ഭംഗിയായിട്ട് രചിച്ചു
വെച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം ദ്രോണാചാര്യന്റെ ഗുരു എന്ന് പറയുന്ന ഗുരുവിന്റെ കീഴിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ സ്കില്ലും അർജുനന്റെ സ്കില്ലും ഫോക്കസും കോൺസെൻട്രേഷനും ടാലന്റും ഇന്റലിജൻസും എല്ലാം യൂസ് ചെയ്തതുകൊണ്ടാണ് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ മഹാഭാരതത്തിൽ ഉണ്ടായത് തന്നെ. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഒരു ആർച്ചറിയിലുള്ള അല്ലെങ്കിൽ വില്ലാളി വീരനായിരുന്നു. അദ്ദേഹത്തിന് അമ്പയത്തിലുള്ള പ്രാവീണ്യം അത് ഉണ്ടായത് ഇത്തരത്തിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തതുകൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് 5000 വർഷങ്ങൾക്ക് മുൻപ് ഈ വേദവ്യാസൻ അത്തരത്തിൽ ഒരു രചന നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇപ്പോഴും നമുക്കത് സാധിക്കും എന്ന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി നമുക്ക് ഈ സെഷൻ തുടങ്ങാം. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ എല്ലാവരെയും എൻ്റെ ഈ ചെറിയ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ജനറേഷൻ. ഒന്ന് പറയൂ, എന്താണ് ജനറേഷൻ എന്ന് പറഞ്ഞാല്? തലമുറകൾ ഇങ്ങനെ മാറി മാറി വരുന്നു. ഓക്കെ. അപ്പൊ താങ്ക് യു സുസന്ന, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മൾ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാരെയാണ് ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകതകൾ ഉണ്ടാവും. അവർക്ക് കോമൺ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ചരിത്രപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഏകദേശം കോമൺ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടെക്നോളജിയും കൾച്ചർ സംസ്കാരവും എല്ലാം ഒരേ നിലവാരം പുലർത്തുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ ഉപയോഗിച്ച ടെക്നോളജി ഒന്നും അല്ല ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ടെക്നോളജിയിലും എല്ലാം കാലങ്ങൾ ചെല്ലുമ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് പ്ലേസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ പ്രോബ്ലം സോൾവിങ്, അങ്ങനെ ഒരുപാട് ആറ്റിറ്റ്യൂഡ്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം കാലങ്ങൾ ചെല്ലുമ്പോൾ ഇതിനെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജനിച്ച് ജീവിക്കുന്ന ആൾക്കാരെയാണ് ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഏകദേശം ഒരു സിമിലർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് കൂടി ആയിരിക്കും. അപ്പൊ നമ്മൾക്കറിയാം, ഞാനിപ്പോ എന്റെ ജനറേഷനിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലല്ല ഇപ്പോ ഫോളോ ചെയ്ത് നമുക്ക് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ട് തോന്നും. അപ്പൊ ഇത്തരത്തിൽ ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ ഫോളോ ചെയ്തു വരുന്ന കുറെ ആളുകളെയാണ് നമ്മൾ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഡിഫറെന്റ് ജനറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് ഞാനിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഒരു 100 വർഷം മുൻപിലത്തെ മുതലുള്ള ജനറേഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് സൈലന്റ് ജനറേഷൻ ആണ്. ഈ സൈലന്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ 1928-നും 1945-നും ഇടയിൽ ജനിച്ച ആളുകളാണ് ഈ സൈലന്റ് ജനറേഷനിൽ വരുന്നത്. അന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എടുത്തു നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ കാണാം, അതൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഒക്കെയാണ്. അന്നത്തെ കാലഘട്ടത്തിന്റെ ടെക്നോളജി എത്രയേ ഉള്ളൂ, അതൊന്നും വലിയ അഡ്വാൻസ്ഡ് ഒന്നും ആയിരുന്നില്ല. അപ്പൊ ലോ ബർത്ത് റേറ്റ് ആണ്, വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ വേൾഡ് വാർ സെക്കൻഡിന് ശേഷമുള്ള ഡിപ്രഷനും അതിന്റെ കഷ്ടതകളും അനുഭവിച്ചു വന്നിരുന്ന ഒരു ജനറേഷനാണ് അത്. അതിൽ അധികം ആളുകളൊക്കെ ഇപ്പൊ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുമായിരിക്കും. 100 വയസ്സിനും 80 വയസ്സിനും ഒക്കെ ഇടയിലുള്ള ആളുകൾ ഇപ്പൊ ഉണ്ടെങ്കിൽ അവരുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ പോസ്റ്റ് വാർ റീബിൽഡിംഗ് പീരിയഡ് കൂടിയാണ് അത്. അങ്ങതാണ് സൈലന്റ് ജനറേഷനെ കുറിച്ച് പറയാനുള്ളത്. അത് ഏകദേശം ഒരു 100 വർഷം മുൻപിലത്തെ ഒരു ജനറേഷനാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-18 വർഷത്തിന്റെയൊക്കെയാണ് അവർ എടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകുന്തോറും ജനറേഷൻ ഗ്യാപ്പിന്റെ ഒരു ഡ്യൂറേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അടുത്ത നെക്സ്റ്റ് ജനറേഷനാണ് ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ 1946-നും 1964-നും ഇടയിലുള്ള ഒരു പീരീഡിൽ ജനിച്ച ആളുകൾ വരുന്നതാണ്. അപ്പൊ അത് അവർക്കാണെങ്കിൽ ലോയൽറ്റി ഉള്ളവരായിരുന്നു, വിശ്വസ്തത ഉള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഹയറാർക്കി, ഒരു സോഷ്യലിലായാലും കുടുംബത്തിലായാലും ഒരു ഹയറാർക്കി ഫോളോ ചെയ്യുന്നവരായിരുന്നു.
അതുപോലെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ചെറിയ രീതിയിലുള്ള ടെലഫോൺസ് മീൻസ് ഓൾഡസ്റ്റ് മോഡലിലുള്ള ചെറിയൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഒക്കെ അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അപ്പൊ അത് ബേബി ബൂമേഴ്സ് എന്ന് പറയുന്ന ഒരു ജനറേഷനാണ്. നെക്സ്റ്റ് വരുന്ന ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേനും ജനറേഷൻ എക്സ് ആണ് വരിക. ജനറേഷൻ എക്സ് എന്ന് പറയുമ്പോൾ ബോൺ ഫ്രം 1965 to 1980 ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു ജനറേഷനെ കുറിച്ച് പറയാൻ എനിക്ക് വളരെ ആകാംക്ഷയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഈ ജനറേഷനിൽ പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ജനറേഷൻ നമ്മളുടെ കൺമുൻപിൽ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലാവും, നിങ്ങളൊന്ന് പലരും ഈ ജനറേഷനിലേക്ക് വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് സ്വതന്ത്ര ചിന്താഗതിക്കാരും പിന്നെ റിസോഴ്സസ് യൂസ് ചെയ്ത് അതിന് ടെക്നോളജിക്കലായിട്ട് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളുമായിരുന്നു. അതുപോലെ തന്നെ പറയാനുള്ളത്, അനലോഗ് ടു ഡിജിറ്റൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അനലോഗ് കമ്പ്യൂട്ടറിനും ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഈ എക്സ് ജനറേഷനിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അനലോഗ് ടു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, പണ്ടത്തെ ഒരു കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു കമ്പ്യൂട്ടർ കൊണ്ടുവച്ചിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എത്ര പേര് അത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ ആ ഒരു കമ്പ്യൂട്ടറും ആ ഒരു എന്താ പറയാ, നമ്മുടെ വീട്ടിലെ TV ഒക്കെ വലിയ പിക്ചർ ട്യൂബൊക്കെ ആയിട്ടുള്ളത് അനലോഗ് സൈസ് ആയിരുന്നു. അത് മാറി ഡിജിറ്റലിലേക്ക് ഒരു ടെക്നിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റ് ആണ്. അപ്പൊ അതിനകത്ത് ഭാഗവക്കാകാൻ കഴിഞ്ഞ ഒരു ജനറേഷനാണ് ജനറേഷൻ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്ത ജനറേഷനാണ് മില്ലേനിയൽസ് എന്ന് പറയുന്നത്. അത് ബോൺ ബിറ്റ്വീൻ 1981 1996 ഇടയിൽ ജനിച്ചവരുടെ ഒരു ജനറേഷൻ, ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്ത് അവരെല്ലാം ലക്ഷ്യബോധമുള്ളവരാണ്. അതുപോലെ ഗ്രോവിങ് വിത്ത് ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഒക്കെ വളരെയധികം യൂസ് ചെയ്തിട്ടുള്ളവരാണ്. എനിക്ക് തോന്നുന്ന അധികം നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ടവരൊക്കെ മിക്കവാറും ഈ ഒരു ജനറേഷനിൽ വരുന്നവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേര് യങ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഡ്യൂറേഷനിലായിരിക്കും അവരൊക്കെ ജനിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇന്റർനെറ്റിനൊപ്പം വളർന്നവരാണ്. അവര് ടെക്സാവി ആണ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൊപ്പം അതിനോടൊപ്പം വളരുക, അതിന്റെ യൂസ് വളരെയധികം അനുഭവിച്ചിട്ടുള്ളവരും അതിൽ വളർന്നു വന്നവരുമാണത്. പിന്നെ അവർ അതുപോലെ തന്നെ വാല്യൂ ഫീഡ്ബാക്കുകളിനൊപ്പം അല്ലെങ്കിൽ അതിനൊപ്പം വളർന്ന് കറക്റ്റ് ചെയ്ത് വളരാനുള്ള കഴിവുള്ള ഒരു ജനറേഷനും കൂടിയായിരുന്നു. അങ്ങനെ ആണ് മില്ലേനിയൽസ് എന്ന് പറയുന്ന ജനറേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ജനറേഷൻ ഇസഡ്. ജനറേഷൻ ഇസഡ് എന്ന് പറയുമ്പോൾ 1997 2012 ഇടയിൽ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനിൽ ജനിച്ച കുറച്ച് ആൾക്കാരുടെ ഗ്രൂപ്പാണ്. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞാൽ വളരെ യങ് ആയിട്ടുള്ള ജനറേഷനാണ്. അപ്പോൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അവർ ജനിച്ചു വീണത് ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ലേണേഴ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. അതുപോലെ മൾട്ടി ടാസ്കിങ് അവർക്ക് പോസിബിൾ ആണ്. അവരൊരു കൈ കൊണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ടോ, മറ്റേ കൈ കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, അത്രയ്ക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള കുട്ടികളാണ് അവര്. അതുപോലെ ഡൈവേഴ്സിറ്റി ആൻഡ് പ്രിഫറിങ് ഫ്ലെക്സിബിൾ റിമോട്ട് വർക്ക്. ഈ ഒരു ഇവരാണ് റിമോട്ട്, അതായത് ഇപ്പൊ ജോലി സ്ഥലത്ത് റിമോട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ, വർക്ക് അറ്റ് ഹോം എടുക്കാം, അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്യാം. അത് അവർക്ക് ആ ഒരു ടെക്നോളജി അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ റിമോട്ട് വർക്കൊക്കെ ചെയ്ത് വളർന്നു വരുന്ന ഒരു ജനറേഷനാണ് ജനറേഷൻ എക്സ് എന്ന് പറയുമ്പോൾ. അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേനും ജനറേഷൻ ആൽഫ എന്നുള്ളതാണ്. അത് 2013 മുതൽ 2025 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ വരുന്നവരാണ്. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ബോൺ ഫുള്ളി ഇൻടു ഡിജിറ്റൽ ആൻഡ് AI ഇറ. AI ഇറയിലേക്ക് ജനിച്ചു വീണ കുട്ടികളാണ് എന്ന് വേണം അവരെ പറയാൻ. അപ്പൊ ഹൈലി വിഷ്വൽ ലേണേഴ്സ് ആണ്. അവരെല്ലാം കണ്ടു മനസ്സിലാക്കുന്ന ആളുകളാണ്. കാരണം അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. AI ഡിവൈസസും മീൻസ് AI ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ അവർ എക്സ്പേർട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ വിഷ്വൽ ലേണേഴ്സ് ആണ്. അതുകൊണ്ട് കംഫർട്ടബിൾ ആൻഡ് ഓട്ടോമേഷൻ ആൻഡ് സ്മാർട്ട് ഡിവൈസസ്. അവർക്ക് ഇപ്പൊ ഓട്ടോമേഷൻ ആണ്. നമുക്കറിയാം ഇപ്പൊ എല്ലാം ഓട്ടോമേഷന്റെ കാലമാണ്. അപ്പം നമുക്ക് മറ്റേ
വെഹിക്കിൾ ഓട്ടോമേഷൻ ആയാലും നമ്മുടെ ഫാമിങ്ങിലായാലും എല്ലാ ലെവലിലും ഓട്ടോമേഷൻ വരുന്ന ഒരു കാലമാണ്. അപ്പൊ നമ്മൾ റോബോട്ടിക്സിനായാലും അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ഒരു കാലഘട്ടത്തിൽ ജനിച്ച മക്കളാണ് ഈ AI ഇറായിലുള്ള മക്കള്. അപ്പൊ 2013 മുതൽ 2025 വരെയാണ് ആ ഒരു ജനറേഷൻ വരിക. അവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് അവർക്ക് എപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആക്സസ് ആണ് ഇൻഫർമേഷൻ. നമുക്കിപ്പോ നമ്മളതൊക്കെ യൂസ് ചെയ്യാൻ നമ്മളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള ഒരു സാധ്യത ഈ ഒരു ജനറേഷനിൽ വരുന്ന കുട്ടികൾക്കുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ ഷേപ്ഡ് ബൈ ടെക്നോളജി ആൻഡ് പേഴ്സണലൈസേഷൻ. അപ്പൊ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് എഡ്യൂക്കേഷൻ തന്നെ ഒരു പേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ വരെ ഈ കുട്ടികൾക്ക് ഇന്നത്തെ അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ സ്ലോ ലേണേഴ്സ്, ഫാസ്റ്റ് ലേണേഴ്സ് എന്നിങ്ങനെ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്ത് അവർക്ക് പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ജനറേഷൻ ആൽഫ എന്ന വിഭാഗത്തിന് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റ് തന്നെ കൊണ്ട് തന്നെ കിട്ടുന്ന ഒരു സാധ്യതയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് വരുന്ന ബീറ്റ ജനറേഷൻ ആണ്. ബീറ്റ എന്ന് പറയുന്നത് 2025 ശേഷമുള്ളതാണ്. അത് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെയാണ്. അതിപ്പോ മീൻസ് ഒരു വയസ്സൊക്കെ ഉള്ളൂ. അത് തുടങ്ങി അങ്ങോട്ട് പോകുന്ന ജനറേഷനാണ് ജനറേഷൻ ബീറ്റ എന്ന് പറയുന്നത്. അത് എപ്പോഴും അഡ്വാൻസ്ഡ് AI അവർക്ക് അതിനോടൊത്ത് പോകുന്ന കുട്ടികളായിരിക്കും. നമുക്കറിയാം അവരിപ്പോ കളിക്കുന്നത് അതിന്റെ ഒരു ഫോട്ടോ ഒരു പിക്ചർ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ അവര് റോബോട്ടിക്സുമായിട്ടോ അങ്ങനെയൊക്കെ കളിക്കാൻ അത് AI അഡ്വാൻസ്ഡ് AIയിലേക്ക് പോകും. അപ്പൊ അവരുടെ കളിക്കൂട്ടുകാരൊന്നും ഇനി സാധാരണ ഒന്നും ആയിരിക്കില്ല, റോബോട്ടിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ അഡ്വാൻസ്ഡ് AI ടൂൾസ് യൂസ് ചെയ്യാനും അതിൽ വളരാനും ഈ കുട്ടികൾക്ക് ഭാഗ്യം ലഭിച്ചവരാണ്. അപ്പൊ ഗ്ലോബൽ ഡിജിറ്റൽ കണക്ടിവിറ്റി ഫ്രം ബർത്ത്, അവര് ജനിച്ചു വീഴുന്നത് തന്നെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഉള്ള ഒരു യുഗത്തിലേക്കാണ്. ടു ഫുള്ളി ഡിഫൈൻ വർക്ക് പ്ലേസ് ട്രേറ്റ്സ്, അതായത് വർക്ക് പ്ലേസ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് അതായത് അവരുടെ വർക്ക് പ്ലേസ് ഇന്റലിജൻസ്, അവരുടെ ടീം സ്പിരിറ്റ്, അവരുടെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി എല്ലാം മറ്റുള്ള ജനറേഷനിലേക്കാൾ അപേക്ഷിച്ച് വളരെ ഹൈ ആയിരിക്കും. അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അഡ്വാൻസ്ഡ് AI ഇറയാണ് വരാൻ പോകുന്നത്. ഇത്രയുമാണ് ജനറേഷൻ എന്നതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാം ഈ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഞാൻ ജനറലൈസ്ഡ് ചെയ്തിട്ടുണ്ട്, ഒരു ടൈം ലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ സൈലന്റ് ജനറേഷൻ, ബേബി ബൂമേഴ്സ്, ജനറേഷൻ എക്സ്, മില്ലേനിയൽസ്, ജനറേഷൻ സെഡ്, ജനറേഷൻ ആൽഫ, ജനറേഷൻ ബീറ്റ, അങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പൊ ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഇടുകയാണ്. എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ളവർ മിക്കവാറും പേര് മീൻസ് മില്ലേനിയൽസ് ആവാനാണ് സാധ്യത അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഇല്ല, ഞാൻ ബേബി ബൂമറ. ബേബി ബൂമറാണ്. ഓക്കെ, അതായത് വേറെ ആരും ഇല്ലേ? പോയോ? ഓക്കെ, ഉണ്ടോ? മില്ലേനിയൽസ് ആരെങ്കിലും ഉണ്ടോ? ജനറേഷൻ യെസ് മാം, മില്ലേനിയൽ. ഉണ്ട്. വരൂ. അപ്പൊ അതാരാന്ന് എനിക്ക് അറിയില്ല. ഏതായാലും താങ്ക് യു, വന്നതിൽ താങ്ക് യു. അപ്പൊ മില്ലേനിയൽസ് ഒരു കാര്യം ചെയ്യണം. ജനറേഷൻ എക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തൊരു കാര്യം, അതായത് നിങ്ങൾക്ക് അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി പറയാമോ? ജനറേഷൻ എക്സ് എന്ന് പറയുമ്പോൾ എന്റെയൊക്കെ ജനറേഷൻ ആണ്. അപ്പൊ ഈ മില്ലേനിയൽസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി പറയുമോ? ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളുടെ സംബന്ധിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യുന്നവരെ. ഓക്കെ, നൈസ്. അത് തന്നെ. വേറെ ഗ്യാപ്പ് മീൻസ് ഒരു ടൈം തരില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ താങ്ക് യു. അപ്പൊ അതുപോലെ തന്നെ അടുത്ത ചോദ്യം കൂടി ചോദിക്കുകയാണെങ്കിൽ മില്ലേനിയൽസിനോട്, ജനറേഷൻ ഇസഡ്, അതായത് നിങ്ങളുടെ അടുത്ത കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പൊ അവരിൽ നിങ്ങൾ കാണുന്ന ഇതുപോലെ ഇറിറ്റേറ്റിംഗ് ബിഹേവിയർ ഇല്ലേ? ഉണ്ട്, വാശി. ഓക്കെ, വെരി ഗുഡ്. വേറെ ആർക്കും ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പൊ താങ്ക് യു. എല്ലാവരും ഉത്തരമൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഏതൊരു ജനറേഷൻ എടുത്തു നോക്കിയാലും അതിന്റെ പ്രീവിയസും അതിന്റെ പ്രീയും പോസ്റ്റും ജനറേഷൻസ് തമ്മില് അവർക്കൊരു ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും കാണും അല്ലെ?
അപ്പോൾ ഇതെങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഒരിക്കലും ഓവർകം ചെയ്യാന്ന് പറയാൻ പറ്റില്ല, നമ്മൾക്കൊരു മാനേജ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാം എന്നതിലേക്കാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഗ്യാപ്പ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിപ്പോ അറിയാം എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പൊ അതിൻ്റെ നമ്പർ 1 ആയിട്ടുള്ള ഒരു പ്രശ്നം പറയുമ്പോൾ ഡിഫറെന്റ് എക്സ്പോഷർ ടു ടെക്നോളജി, അതാണ് നമ്പർ 1 ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഏത് നേരവും ഈ മൊബൈലില് കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ടൂൾസ് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പാരന്റ്സിനായാലും വളരെയധികം ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. കാരണം അവരുടെ ടെക്നോളജി അല്ല നമ്മളുടെ. അപ്പോൾ ആ ഡിഫറെന്റ് എക്സ്പോഷർ ടു ടെക്നോളജിയാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ വേരിയഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ഒക്കെ എൻറ്റയർലി മാറിയിരിക്കുന്നു. അതായത് ഞാൻ 2022 റിട്ടയർ ചെയ്ത് പോകുന്നപ്പം എനിക്കതിന് ഞാൻ ഭാഗ്യം ചെയ്തു തോന്നുന്നു. അത് കഴിഞ്ഞ് വന്ന പിള്ളേരുടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ കേട്ടാൽ നമുക്ക് മനസ്സിലാവുക പോലുമില്ല. അപ്പൊ ചിലപ്പോൾ അവർ നമ്മളെ തന്ത വൈബെന്നോ തള്ള വൈബെന്നൊക്കെ പറഞ്ഞു കളയും. അപ്പൊ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവരെ, പലതും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലുണ്ടായ വ്യത്യാസം, അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ് ഫോം ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് കരിയർ എക്സ്പെക്ടേഷൻ. കരിയർ എക്സ്പെക്ടേഷൻ ഓരോരോ ജനറേഷൻ വരുമ്പോഴും എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് എനിക്കിപ്പം ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ചിരുന്നതാണ് ഞങ്ങളുടെയൊക്കെ ജനറേഷൻ. അപ്പൊ ഞങ്ങൾ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞാണ് ഗവൺമെന്റ് ജോബ് കിട്ടണം, ഗവൺമെന്റ് ജോബ് കിട്ടണം, അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ അവർക്ക് പുറത്തു പോകണം, യൂറോപ്പിൽ പോകാം, അമേരിക്കയിൽ പോകാം, എവിടെയാണെങ്കിലും അവരുടെ കരിയർ എക്സ്പെക്ടേഷൻ തന്നെ എൻ്റയർലി ഡിഫറെന്റ് ആണ്. വളരെ കുറച്ച് ആളുകളെ എനിക്ക് തോന്നുന്നുള്ളൂ ഈ PSC എക്സാമിനേഷൻ എഴുതി ഇവിടെ കയറണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തോടെ ഇവിടെ കാത്തിരിക്കുന്നത് വളരെ കുറച്ച് പേരുള്ളതാണ്. ബാക്കിയുള്ളവരുടെ കരിയർ എക്സ്പെക്ടേഷൻ തന്നെ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അതും ഒരു ജനറേഷൻ ഗ്യാപ്പാണ്. അപ്പൊ ഡിഫറെന്റ് വ്യൂസ് ഓൺ അതോറിറ്റി. ഡിഫറെന്റ് വ്യൂസ് ഓൺ അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല. നമ്മളപ്പം അതോറിറ്റീസിനൊക്കെ കാണുമ്പോൾ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടൊക്കെ നിന്നിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ചിലപ്പോൾ എങ്ങനെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് കണ്ടറിയണം. അപ്പൊ അതാണ് ഡിഫറെന്റ് വ്യൂസ് ഓൺ അതോറിറ്റി എന്ന് പറയുമ്പോൾ. അടുത്തത് ഡൈവേഴ്സ് ഡെഫിനിഷൻ ഓഫ് സക്സസ്. അവരുടെ ഓരോ ജനറേഷനിലും എന്താണ് സക്സസ്, സക്സസിന്റെ ഡെഫിനിഷൻ നോക്കി എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ പറയും, എന്നെയൊക്കെ സംബന്ധിച്ച സക്സസ് എന്താണെന്ന് ചോദിച്ചാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആവുക, നല്ല ജോലി കിട്ടുക, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് സക്സസ് ആക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു കാലഘട്ടത്തിലെ സക്സസ് എന്ന് പറയുമ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ സക്സസ് അതാണോ? എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വേറെ ഒരു ഡെഫിനിഷൻ ആയിരിക്കും സക്സസ്. ചിലപ്പോൾ അവര് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ സന്തോഷകരമായി ജീവിക്കുന്നതിലായിരിക്കും അവരുടെ ജീവിതത്തിന്റെ സക്സസ് അവർ കണ്ടെത്തുന്നത്. അപ്പൊ ഓരോ ജനറേഷൻ മാറും തോറും ഈ സക്സസിന്റെ ഡെഫിനിഷനും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതും ഒരു ഗ്യാപ്പാണ്. അടുത്തത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഡ്യൂ ടു എക്സ്പീരിയൻസ് ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഡ്യൂ ടു എക്സ്പീരിയൻസ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മളുടെ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് അവരോട് പറയാൻ ചെന്നാൽ അവർ പറയും, ഓ പിന്നെ ഇപ്പൊ ഇതാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക്. അതവർ അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. അതും നമ്മളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗ്യാപ്പ് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. ഇനിയും ഒരുപാടുണ്ട്, എങ്കിലും ഇത്രയും പോയിന്റ്സ് ആണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് ഞാൻ ഒരു പിക്ചർ കാണുന്നുണ്ടാവും നിങ്ങള്. അതിൻ്റെ അകത്ത് രണ്ട് കാലഘട്ടത്തിലെടുത്ത ഫോട്ടോ ആണ്. 10-25 വർഷത്തിന്റെ ഡിഫറൻസിൽ എടുത്തൊരു ഫോട്ടോ ആണ് അത്. അപ്പൊ അതൊരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊരു പിക്ചർ കളക്ട് ചെയ്തിട്ടുള്ളത്. മീൻസ് ഒരു അച്ഛനും മകനും ആണ്. അവര് ഒരു 4 വയസ്സിൽ അവര് ഒരു കടൽ തീരത്ത് വന്നിരിക്കുന്നതും, അത് കഴിഞ്ഞിട്ട് ഒരു വയസ്സായിട്ട് മീൻസ് ഒരു 80 വയസ്സോ ഒരു 25-30 വയസ്സുള്ള മകനുമായിട്ട് വന്നിരിക്കുന്ന 2 ഫോട്ടോസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് ഞാനൊരു ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ എമ്പതി എന്ന് പറയാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മറ്റൊന്നുമല്ല, ഈ കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം ഈ അച്ഛൻ മകനോടൊത്ത് യൂഷ്വലായിട്ട് ഇങ്ങനെ ഒരു കടൽ തീരത്ത് വന്നിരിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം നടക്കാൻ ഇറങ്ങുക, അതൊരു സ്വഭാവമായിരുന്നു അച്ഛനും മകൻ. അപ്പോൾ ഒരു 80 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു യാത്രക്കിടയിൽ അച്ഛൻ ഇതുപോലെ അവിടെ വന്നിരുന്ന് കടൽ തീരത്ത് വന്നിരുന്ന് കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രീയുടെ ബ്രാഞ്ചിൽ ഒരു
ഒരു കാക്ക വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മകനെ എന്താണ് ആ പക്ഷിയുടെ പേരെന്താണ്? അപ്പൊ അച്ഛന് കുറച്ച് ഏജ്ഡ് ആണ്, ഒരു 80 എബവായി എന്ന് വിചാരിക്കാം. അപ്പം എന്താണ് എന്താ ആ പക്ഷിയുടെ പേര്? അപ്പൊ മകൻ പറയും, അത് കാക്കയാണ് അച്ഛാ. വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ അച്ഛൻ വീണ്ടും അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്, അത് എന്ത് പക്ഷിയാണ് മകനെ? അപ്പൊ വീണ്ടും മോൻ പറയുന്നുണ്ട്, അത് കാക്കയാണ് അച്ഛാ. വീണ്ടും മൂന്നാമതും കുറച്ച് കഴിയുമ്പോൾ ചോദിക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും മകൻ എന്ത് വന്നിട്ടുണ്ടാവും? ദേഷ്യം വരും അല്ലെ, ഇറിറ്റേറ്റഡ് ആയി. അപ്പൊ ഇത് എത്ര പ്രാവശ്യമായി അച്ഛൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പൊ ഓക്കെ, അവരത് തിരിച്ചു പോന്നു കഴിഞ്ഞു കഴിഞ്ഞ് വീട്ടിൽ വന്ന് അച്ഛൻ ഒരു ഡയറി എടുത്ത് ഈ മകനെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് 4 വയസ്സുള്ളപ്പം അവരിതുപോലെ കടൽ തീരത്ത് ചെന്നിരുന്നപ്പോ അന്ന് ഒരു 25 പ്രാവശ്യമെങ്കിലും ഇവന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതെന്താണ്, അത് ഏത് പക്ഷിയാണ് റിപ്പീറ്റഡ് ആയിട്ട് ഈ കുട്ടി ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ അവിടെ 2 സ്ഥലത്തും അച്ഛൻ മകന് പറഞ്ഞു കൊടുത്ത ഒരു രീതിയിലായിരിക്കില്ല മകൻ അച്ഛന് പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അവിടെ ഒരു ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു എമ്പതി എങ്ങനെ ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ എമ്പതി ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഒരു കഥ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് എടുക്കാം ടു അവോയ്ഡ് ആൻഡ് ബ്രിഡ്ജ് ജനറേഷൻ ഗ്യാപ്പ്? അപ്പൊ ഞാൻ പറഞ്ഞു, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഒരു ഫുള്ളായിട്ടൊരു സൊല്യൂഷൻ ഒന്നുമില്ല. അത് ഒരു കാലത്തും നമുക്ക് തീർത്തും ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പൊ അതിനെന്ന് വെച്ചാൽ ലവ് വേണം, പേഷ്യൻസ് വേണം, അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു എന്താ പറയാ ഈ ജനറേഷൻ ഗ്യാപ്പ് ഒന്ന് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പഴയ തലമുറയുടെ അനുഭവവും പുതിയ തലമുറയുടെ ആവേശവും ഒത്തുചേരുമ്പോൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും മനോഹരമാകുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് എടുത്താൽ ബ്രിഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ജനറേഷനും തമ്മിൽ ഒരു ബ്രിഡ്ജ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ കൂടെ ഇരുന്ന് സംസാരിക്കാൻ തയ്യാറാവും. അതിപ്പോ നമ്മുടെ കുടുംബങ്ങളിലായാലും നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയിട്ടായാലും നമ്മൾ ചെറുപ്പക്കാരോട് സംസാരിക്കാൻ നമുക്കൊരു മടിയാണ്. അതിപ്പോ ജെൻസ് ആയാലും ലേഡീസ് ആയാലും അങ്ങനെ തന്നെയാണ്. ചെറുപ്പക്കാർക്ക് ഇങ്ങോട്ടും സംസാരിക്കാൻ മടിയാണ്. അപ്പൊ അങ്ങനെയല്ല, നമ്മളൊരു ഓപ്പൺ ആയിട്ട് നമ്മളെ ഈ എന്താ പറയാ അവരുടെ ഏജ് ഒന്നും കൺസിഡർ ചെയ്യാതെ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ കുടുംബത്തിലായാലും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരിക. സോഷ്യൽ ഇന്ററാക്ഷനിലായാലും ഏതൊരു ഓർഗനൈസേഷനിലും നമ്മൾ ചെല്ലുമ്പോഴും ഇത്തരത്തിലൊരു അപ്രോച്ച് നമ്മൾ സ്വീകരിക്കുക. അത് 2 തലമുറക്കാരും സ്വീകരിക്കണം. ഏത് ജനറേഷനിൽപ്പെട്ട ആളുകളായാലും കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പ്രാക്ടീസ് മ്യൂച്വൽ റെസ്പെക്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, പരസ്പര ബഹുമാനം നമ്മൾ ചെയ്യണം. നമ്മളെപ്പോഴും ഇപ്പൊ ഓൾഡ് ജനറേഷനിൽ അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെപ്പോഴും റെസ്പെക്ട് മോഹിക്കുന്നവരായിരിക്കും. എന്നെ ബഹുമാനിക്കണം എന്ന ആഗ്രഹമില്ലാത്തവർ ആരും തന്നെ കാണൂല, എസ്പെഷ്യലി ടീച്ചേഴ്സൊക്കെ. ഞാനിപ്പോ എപ്പോഴും ഏതൊരു ഇവിടെ ചെല്ലുമ്പോഴും നമ്മളൊരു അല്പം ബഹുമാനം, അത് ഈവൻ ഫാമിലിയിൽ നിന്നായ പോലും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, നമ്മൾ അങ്ങനെ ആയിപ്പോ. അപ്പൊ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും റെസ്പെക്ട് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ചെറുപ്പക്കാരങ്ങനെയല്ല, അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നായിരിക്കും അവരാഗ്രഹിക്കുക. അപ്പൊ നമ്മൾ അവരെ മനസ്സിലാക്കാനും അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്യാനും 2 ജനറേഷൻകാരും അതിന് തയ്യാറാകണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേഴ്സ് പെർസ്പെക്റ്റീവ്. ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഓരോരുത്തരുടെ വീക്ഷണങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. നമ്മളുടെ ഒരു വീക്ഷണമായിരിക്കണമെന്നില്ല അവർക്ക്. അപ്പൊ അത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും അതുപോലെ തന്നെ തിരിച്ചും ഇങ്ങോട്ടും 2 ജനറേഷൻകാരും അവരവരുടെ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം റെഡ്യൂസ് ടെക്നോളജി ഗ്യാപ്പ് എന്നുള്ളതാണ്. അപ്പൊ ടെക്നോളജി ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ ടെക്നോളജി ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം
മീൻസ് കഴിഞ്ഞ ദിവസം എൻ്റെ എനിക്ക് ഒരുപാട് പേഴ്സണൽ അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഒരെണ്ണം പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ റെഡ്യൂസ് ടെക്നോളജി ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ടെക്നോളജിയിൽ ഒരുപാട് ഫോർവേഡ് ആണ്. അവർ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ അങ്ങനെ അതിനോടൊപ്പം വളരുന്നവരാണ്. അപ്പൊ അവരുടെ ടെക്നോളജി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആവാന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വെബിനാർ അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ ആ വെബിനാറിൽ കിട്ടിയ അതൊരു ടാക്സ് പ്രാക്ടീഷണർ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു യങ് ആയിട്ടുള്ള ഒരു പയ്യന്റെ ആയിരുന്നു ക്ലാസ്. അപ്പൊ ആ കുട്ടി എടുത്ത ക്ലാസ്സിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ അതിനകത്താണ് ഒരുപാട് ആപ്പുകളെ കുറിച്ചിട്ട് രാജ്മാർഗ് യാത്ര ആപ്പ്, അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് യങ് ആയിട്ടുള്ള ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രാജ്മാർഗ് യാത്ര ആപ്പ്, ടഫ്കോപ്പ് ആപ്പ്, അതുപോലെ ഉദ്ഗം, ഇങ്ങനെ 3 ആപ്പുകളെ കുറിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് അത് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ആപ്പുകളാണ്. അപ്പൊ രാജ്മാർഗ് യാത്രാ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് ഫാസ്ടാഗിന് നമ്മൾ 3000 റുപ്പീസ് അടച്ചാൽ വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് ടോൾ പിരിവ് ഒഴിവാക്കി അവിടെ ഉള്ള വെയിറ്റിംഗ് ടൈം ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് അത്. അതുപോലെ ഉദ്ഗം ആപ്പ് എന്ന് പറഞ്ഞാല് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ വന്നാൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ആപ്പാണ്. അതുപോലെ ടഫ്കോപ്പ് എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ പേരിൽ എത്ര സിം ഉണ്ടെന്ന്, ഫ്രോഡ് ആയിട്ട് ആരെങ്കിലും സിം എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇതെനിക്ക് വളരെ വാല്യുബിൾ ആയിട്ട് തോന്നി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? സൂസൻ മാമിനൊക്കെ അറിയാമായിരുന്നോ ഈ ഒരു ആപ്പുകളെ കുറിച്ചിട്ട്? ഇല്ല, ഞാൻ ഇപ്പൊ കേൾക്കുവാ മാം. അതെ, എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അത് ഞാനിവിടെ പറയുന്നതാണ്. കാരണം അപ്പൊ ആ റെഡ്യൂസ് ടെക്നോളജി ഗ്യാപ്പ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ഒരു കുട്ടിയുടെ ക്ലാസ്. അപ്പൊ നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ 3 ആപ്പ് കിട്ടി. ആ 3 ആപ്പ് ഞാൻ അപ്പൊ തന്നെ അംബികാജി അല്ല അംബികാജി, ആ മൂന്ന് ആപ്പും ഒന്ന് ചാറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്യാമോ? കേട്ടിട്ട് പെട്ടെന്ന് ഓർമ്മ നിൽക്കത്തില്ല. ഓക്കെ സാറേ ചെയ്യാം. അപ്പൊ എനിക്ക് അത് വേറെ കുട്ടിയുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പൊ അതെനിക്ക് വളരെ ഉപകാരമുള്ള ഒരു ഇതാണെന്ന് തോന്നി. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത്, ദൈവമേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അതൊരു ടെക്നോളജി ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഞാനിപ്പോ വിചാരിക്കണം, അതൊരു ചെറിയ പയ്യനല്ലേ, ഇപ്പൊ അവന്റെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ട് എന്തിനാണെന്ന് ഞാൻ വിചാരിച്ചാല് എനിക്ക് ആ ഒരു നോളജ് കിട്ടില്ല. അപ്പൊ നമ്മൾ അത് അറിയാനും, അതുപോലെ തന്നെ ഈ യങ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും, എല്ലാവരും ഇത്തരത്തിലുള്ള ആപ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജി പ്രായമായവരെ പഠിപ്പിക്കാനും തയ്യാറാവുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് സ്പെൻഡ് ക്വാളിറ്റി ടൈം ടുഗദർ. ഇതപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ക്വാളിറ്റി ടൈം കുടുംബത്തിനൊപ്പായാലും മറ്റേ കൂട്ടുകാർക്കൊപ്പായാലും ചെലവഴിക്കുക. അത് നമുക്ക് സന്തോഷം തരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെയ്യണം. അടുത്തത് അവോയ്ഡ് ജഡ്ജ്മെന്റ് ആൻഡ് ക്രിറ്റിസിസം. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, നമ്മൾ ജഡ്ജ്മെന്റിനോ ക്രിറ്റിസിസത്തിനോ ഒരുങ്ങരുത്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ. അപ്പൊ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് കാൾ റോജേഴ്സ് പറയുന്നത് അത് തന്നെയാണ് അല്ലെ, അക്സെപ്റ്റ് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. അവർ പറയുന്നത് എന്താണോ അത് കേൾക്കാൻ തയ്യാറാകുക, അത് തന്നെ എതിർവിടുകയും ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ മാതിരി അവരെ ക്രിട്ടിസൈസ് ചെയ്യാനും ജഡ്ജ്മെന്റ് നടത്താനും എപ്പോഴും അവരുടെ പിന്നാലെ നമ്മൾ തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ കുട്ടികളായാലും എനിക്ക് തോന്നുന്നു ആൺകുട്ടികളൊക്കെ ഒരു 10-18 വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ അമ്മ ചെയ്യണതായിരിക്കും ഏറ്റവും വലിയ, പാരന്റ്സ് ചെയ്യുന്നത് മൊത്തത്തിൽ കുഴപ്പമായിരിക്കും. എസ്പെഷ്യലി അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനെ പരസ്പരം കുറ്റം പറയാനും ജഡ്ജ് ചെയ്യാനൊന്നും നിൽക്കാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഒരു ഇതിൽ പോകുക എന്നുള്ളതാണ് 6ാമത്തെ കാര്യം. അടുത്ത് 7ാമതായിട്ട് ഫൈൻഡ് കോമൺ ഇൻട്രസ്റ്റ്. കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു ഓർഗനൈസേഷനിലോ ഏതെങ്കിലും ഒരു ക്ലബിലോ എന്തെങ്കിലും ആവട്ടെ, അവിടെ ഇതുപോലെ കുറേ ഡൈവേഴ്സിറ്റി ഉണ്ടാവും, എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, ഇപ്പൊ നമ്മുടെ ഫാമിലിയിലായാലും കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അതെന്താണോ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മൂവീസ് കാണാനായിരിക്കും, നമുക്കൊന്നൊരു മൂവി എല്ലാവർക്കും കൂടി ഒന്ന് കാണാം, അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് പുറത്തു പോകാനായിരിക്കും, ഒരു ഫുഡ് കഴിക്കാനായിരിക്കും. അതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് സെലക്ട് ചെയ്യുക, അതിന് പോവുക, അതിൽ എൻജോയ് ചെയ്യുക. അപ്പോഴാണ് നമുക്കൊരു കോപ്പറേഷൻ ഉണ്ടാക്കാനും ഈ ഗ്യാപ്പ് കുറയ്ക്കാനും സാധിക്കുള്ളൂ. അടുത്തത് എൻകറേജ് ലേണിംഗ് ബോത്ത് വേസ്. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മൾക്കുള്ള അല്ലെങ്കിൽ ഓൾഡർ ജനറേഷനുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കാനും, അതുപോലെ അവരുടെ അറിവ് നമ്മൾക്ക് കിട്ടുമ്പോഴും നമ്മൾ അവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. നന്നായി മോനെ, നിനക്കത് അറിയാലോ എന്ന് പറഞ്ഞ് നമ്മളവരെ പ്രൊമോട്ട് ചെയ്യണം. എൻകറേജ് ചെയ്താൽ മാത്രമാണ് തിരിച്ച് അവർ നമുക്ക് തരുള്ളൂ. അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങോട്ട് കൊടുക്കുമ്പോഴും നമുക്ക്. അപ്പൊ ഇന്ന് രാവിലത്തെ ഒരു സെഷനിൽ ഞാൻ FM കേട്ടതാണ്. അപ്പൊ അത് മുങ്ങി മരണങ്ങൾ എങ്ങനെ
ഇല്ലാതാക്കാം എന്നുള്ളൊരു സ്പീച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ കുട്ടികൾ ഒരു ഫ്രണ്ട് പോയിട്ട് ഏതെങ്കിലും ഒരു ചുഴിയിലോ മറ്റകപ്പെടുമ്പോൾ അതിൽ ചാടി ഇറങ്ങരുത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞു തരും, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാവുന്നു. കുട്ടികൾക്കുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ശരിയാണ്. അപ്പൊ ശരിയാണ്, ആ എക്സ്പീരിയൻസ്, ഓൾഡർ ജനറേഷന്റെ ആ എക്സ്പീരിയൻസ് കുട്ടികളും മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ രണ്ട് ഭാഗത്തുനിന്നും പഠിക്കാനുള്ളത് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അടുത്തത് ബി പേഷ്യന്റ് ആൻഡ് എംപതറ്റിക്. അതാണ് ഞാനിപ്പോ നേരത്തെ കാണിച്ച കഥയിൽ നിന്ന് വരുന്നത്. പേഷ്യന്റ് ആയിരിക്കുക, അതുപോലെ എംപതറ്റിക് ആയിരിക്കുക. ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ വളർന്നതാണ്. അപ്പൊ നമ്മൾ അവരെ കണ്ണുമടച്ച് സ്റ്റീരിയോ ടൈപ്പ് ആവാതെ എംപതറ്റിക് ആയിട്ട് അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് രണ്ട് ഭാഗത്തുള്ള ആൾക്കാരും ചിന്തിക്കാൻ തയ്യാറാകുക. അതുപോലെ നമ്മൾ ക്ഷമയോടെ അവരെ കേൾക്കുക. അത് ഏത് ജനറേഷൻ, ബോത്ത് ജനറേഷൻ ആയാലും അങ്ങനെ കേട്ടാൽ മാത്രമാണ് ഇങ്ങനൊരു ഗ്യാപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പ്രൊമോട്ട് ഇന്റർ ജനറേഷണൽ ആക്ടിവിറ്റീസ്. ഇന്റർ ജനറേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം, അതിപ്പം നമ്മൾ ഈ ക്ലബ്ബ് ഓർഗനൈസേഷൻസ്, പബ്ലിക് ഓർഗനൈസേഷൻസ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊന്നൊരു കളിക്കണം, അല്ലെങ്കിൽ ഒരു ഇന്റർ ജനറേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ മീൻസ് ഒരു ഫുട്ബോൾ എടുത്താൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും, എല്ലാ ജനറേഷനിലുള്ള ആളുകൾക്കും അത് ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലാതെ ഇവരിപ്പോ ഓൺലൈൻ ഗെയിം എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവർക്ക് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, അല്ലാതെ ബാക്കിയുള്ള ജനറേഷനുകാർക്ക് അത് ഇൻട്രസ്റ്റ് ആയിരിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇന്റർ ജനറേഷണൽ ആക്ടിവിറ്റീസ് എന്താണോ അതിന് പ്രയോറിറ്റി കൊടുത്ത് അവിടെ നമ്മൾ അത് കൊണ്ടുവരാം. ഇങ്ങനെ 10 കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഒരു ചെറിയൊരു പിക്ചറൈസേഷൻ ആണ്. ഒരു വർക്ക് എൻവയോൺമെന്റിൽ എങ്ങനെ ഒരു ബ്രിഡ്ജിങ് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് വണ്ണിൽ എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡെല്ലാം എന്താ പറയാ ഓൾഡർ ജനറേഷൻ ആണ്, ഈ സൈഡിലെല്ലാം യങ്ങർ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ 10 കാര്യങ്ങൾ തന്നെയാണ്. ഡിഫറൻസ് മനസ്സിലാക്കുക, വാല്യൂ, എക്സ്പീരിയൻസ്. അവരുടെ ഈ ഓൾഡർ ജനറേഷന്റെ എക്സ്പീരിയൻസ് ഒക്കെ വാല്യൂ ചെയ്യാനും, അതുപോലെ യങ്ങർ ജനറേഷന്റെ സ്കിൽസ് വാല്യൂ ചെയ്ത് അതിനൊപ്പം പോകാനും കഴിഞ്ഞാൽ മാത്രമാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കൊളാബറേഷനും ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഞാനൊന്ന് പിക്ചറൈസ് ചെയ്തു എന്ന് മാത്രം. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മൾക്ക് ഏതൊരു സ്ഥാപനമായാലും അതിന്റെ വളർച്ചയ്ക്ക് അത് ആവശ്യമാണ്. അപ്പൊ യങ്ങർ ജനറേഷനും ഓൾഡർ ജനറേഷനും അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ട് ഒരു കൊളാബറേഷൻ നടത്തി അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമാണ് ആ ഒരു സ്ഥാപനത്തിന്, ഏതൊരു സ്ഥാപനമായാലും അതിനൊരു വളർച്ച ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ജനറേഷൻസ് ഓഫ് ഇനി അതൊരു കോട്ടാണ്. അതായത് രണ്ട് സൈഡിന്റെ ഒരു റിവറിന്റെ 2 സൈഡ് പോലെയാണ് ജനറേഷൻ എന്ന് പറയുന്നത്. അതൊരു ബ്രിഡ്ജിങ്, ഇത്തരത്തിൽ പറഞ്ഞ 10 കാര്യങ്ങൾ വെച്ച് നമ്മളൊരു ബ്രിഡ്ജിങ് നടത്തിയാൽ മാത്രമാണ് നമുക്കത് സാധ്യമാകുള്ളൂ. അപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ട്. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ എന്റെ HOD ആയിരുന്ന സാറിന്റെ മകൻ എനിക്കൊപ്പം തന്നെ അവൻ മറ്റേ റെഗുലർ ക്ലാസ്സിൽ പഠിക്കുകയാണ്. M.Tech B.Tech ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പൊ ഞാൻ ശരിക്കും ആ പയ്യന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ നോട്ട് കളക്ട് ചെയ്ത് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉപകാരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അവരൊക്കെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള മക്കളായിരുന്നു. അപ്പൊ അത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുകയുള്ളൂ. Okay, generations gap is not a painful if there is no communication gap. ജനറേഷൻ ഗ്യാപ്പ് പെയിൻഫുൾ ആകാതിരിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഗുരുവിന്റെ കോട്ടാണ്. ഇതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ മൈൻഡ് ദ ഗ്യാപ്പ് എന്ന എൻ്റെ ഈ ചെറിയ ഒരു ടോപ്പിക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് അംബിക മാം. ഓക്കെ, സോ ഇതിൽ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ ഫീഡ്ബാക്ക് കൊടുക്കാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം. Ambika ma'am. ഓക്കെ. Yes, you've conducted the session very well. You are our batch 23 forerunner, and you have conducted the session
ഇൻ എ വെരി ഗുഡ് മാനർ. അതായത് ജനറേഷൻ എന്താണെന്നുള്ളത് തൊട്ട് ഇങ്ങോട്ട് ജനറേഷന്റെ ആ ഡിഫറെന്റ് ജനറേഷൻസിനെ പറ്റിയും പിന്നെ അതിന്റെ ഗ്യാപ്പിനെ പറ്റിയും അതിന്റെ ഗ്യാപ്പ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതിനെ പറ്റിയും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന നല്ല രീതിയിൽ തന്നെ പറയാനായിട്ട് മാമിന് സാധിച്ചു. ആൻഡ് ആ ടൈമും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ തന്നെ മാനേജ് ചെയ്ത് പോയി. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ എ ജോബ് വെൽ ഡൺ. അപ്പൊ ഇനി ഇതുപോലെ നമ്മുടെ സെഷൻസ് ഒക്കെ കൂടുതൽ എടുക്കാൻ മാമിന് സാധിക്കട്ടെ. പിന്നെ മാം പറഞ്ഞ കാര്യം ഡെഫിനറ്റ്ലി ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഡിഫറെന്റ് ജനറേഷൻസ് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടിയും പേഷ്യൻസും റെസ്പെക്റ്റും ലവും ഒക്കെ എക്സ്പ്രസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു നല്ല മെസ്സേജും എല്ലാവർക്കും പാസ് ചെയ്തു. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. താങ്ക് യു സുസന്ന, താങ്ക് യു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ നേരം കൊണ്ട് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതുവരെ കണ്ട ഒരു അംബിക മാമല്ല. അപ്പിയറൻസ്, പ്രസന്റിങ്, ആ ഒരു പൊസിഷനും എല്ലാം വളരെ നന്നായിരിക്കുന്നു. ആദ്യം അത് പറയണം. പിന്നെ പോയിന്റ് വൈസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഈ 10 പോയിന്റ് പറഞ്ഞിരിക്കുന്ന 10 പോയിന്റും ശരിക്കും നമുക്ക് ജനറേഷനിൽ മാത്രമല്ല അല്ലാതെ പല ബന്ധങ്ങളിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇത് ജനറേഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഏതൊരു ബന്ധങ്ങൾ ഫില്ല് ചെയ്യാനും ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഉപയോഗപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. അതുപോലെ ഇൻട്രോ പറഞ്ഞ ഹസീന മാമും നന്നായി പറഞ്ഞിട്ടുണ്ട്. ഹസീന മാമിനും താങ്ക് യു, വെരി ഗുഡ്. ഓക്കെ അംബികാജി, അംബികാജി, താങ്ക് യു സർ. ആ നേരത്തെ പറഞ്ഞ ആ 3 അതിന്റെ ആപ്പിന്റെയും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം. ഒന്ന്. അടുത്ത രണ്ടാമത്തത് ഒരു കാര്യം, ഈ ജനറേഷൻ ഗ്യാപ്പ് ഒട്ടും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് രാഷ്ട്രീയക്കാര്, പൊളിറ്റീഷ്യൻസ് 75ഉം 80ഉം വയസ്സായവരുടെ പുറകെ 18ഉം 19ഉം വയസ്സുള്ള അവര് കംപ്ലീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണെന്ന് ഒരു പാർട്ടി എടുത്തു കഴിഞ്ഞാൽ SFI, അവരെല്ലാം എത്രയാണ് പ്രായം, എത്ര വരും? മിക്കവരും ഒരു ടീനേജേഴ്സ് മുതലുള്ളത്. പക്ഷെ അവർ മുകളിൽ തലപ്പത്തിരിക്കുന്ന മറ്റൊരായിട്ടൊക്കെ റെസ്പെക്റ്റും ഉണ്ട്, അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്നുള്ള എന്താണെന്ന് വെച്ചാൽ ദി ടേക്ക് ഹോം മെസ്സേജസ്, എത്ര വയസ്സായാലും ഇഫ് യു ഹാവ് പവർ, ഓൾഡ് ഏജിലും ഇഫ് യു ഹാവ് പവർ, ദെൻ എത്ര ജനറേഷൻ താഴെയാണെങ്കിലും they will listen to you. That is the point. Thank you. Thank you, sir. Thank you. Good evening, Ambika ma'am. Okay, thank you. വളരെ നന്നായിട്ട് സെഷൻ കൈകാര്യം ചെയ്തു. ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഇത് കേട്ടിരിക്കുന്ന അംബിക മാമേ അല്ല, നന്നായി വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഓരോന്നും ആ ജനറേഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ബ്രിഡ്ജ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കുക, പിന്നെ 10 കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ ലെവലിലേക്ക് വന്ന കാര്യങ്ങൾ പുതുതായി പഠിക്കാനും അവരെ ഒന്ന് എമ്പതിയോടെ കാണാനും ഒക്കെ ശ്രമിച്ചാൽ കുറെ അധികം നമ്മൾ ഈ പറയുന്ന വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ലാതിരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും സാധിക്കും. ഉണ്ടാവുമെങ്കിലും അതിനെ കുറച്ച് കൊണ്ടുവരാനും അവര് നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് അവരെ മനസ്സിലാക്കാനും കഴിഞ്ഞാല് അങ്ങനെ ഒരു ഡിഫറൻസ് അധികം ഫീൽ ചെയ്യില്ല. എന്തായാലും വളരെ നന്നായിട്ട് എടുത്തു, എനർജറ്റിക് ആയിട്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ട് നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ് മാം. താങ്ക് യു മാം. ഹായ് അംബിക, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒത്തിരി പ്രിപ്പയർ ചെയ്തിരുന്നു, അത് റിഫ്ലക്റ്റ് ആവുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ വിനേക മാം, താങ്ക് യു. ഗുഡ് ഈവനിങ് മാം. എല്ലാരും പറഞ്ഞപ്പോൾ തന്നെ സാധാരണ കാണുന്ന അംബിക മാം അല്ല ഇന്ന്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളെയാണ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. താങ്ക് യു. താങ്ക് യു റസാറെ, താങ്ക് യു.
ഹലോ അംബിക മാഡം. ഹലോ ഹലോ. അംബിക ഓ മാഡം. കേൾക്കാമോ? കേൾക്കാം കേൾക്കാമോ? കേൾക്കാം സാറേ കേൾക്കാം. ആ ആ ഇത് എന്താണ്, ഡാം തുറന്നു വിട്ടതാണ്. വളരെ കണ്ടിന്യൂസ് ആയി വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഒരു സംശയം, ഈ ജനറേഷൻ ഇസഡ് എന്ന് പറയുന്നത് ശരിക്കും അത് അങ്ങനെയാണോ പറയുന്നത്, അതോ ജെൻസി എന്ന് പറയാണോ പറയുന്നത്? ജെൻസി അതൊരു എന്ന് ഡൗട്ട് പറഞ്ഞത് മൊത്തത്തില് ഈ യങ്സ്റ്റേഴ്സിനെ നമ്മൾ അങ്ങനെ പറയണത്, അങ്ങനെ ഒരു ജനറേഷനിൽ അങ്ങനെ ഒരു പേരില്ല. ജെൻസി എന്ന് പറയുമ്പോൾ യങ്സ്റ്റേഴ്സിനെ മൊത്തത്തിൽ പറയും. ഇപ്പൊ അർച്ചന മാം തുടങ്ങിയുള്ളവരൊക്കെ നമുക്ക് പറയാം അങ്ങനെ. അതായത് ഇസഡ് എന്നുള്ളതേ ഇസഡ് ഇസഡ് എന്നുള്ളത് സി, പറയാ. എക്സാക്ട്ലി സി എന്നാണ് അതിന് പറയുന്നത്. അതെ അമേരിക്കയിലൊക്കെ അങ്ങനെയാ പറയുന്നത്. മറ്റേ അതുകൊണ്ട് സി അല്ലേ, മറ്റേ അതെ സി അല്ലേ മാം, ജെൻസി സി എന്നല്ലേ സി പറയാ? അല്ലല്ല ആ സി ജെൻസി സി ജെൻസി അതിന്റെ Z നോടെ ബി പ്രൊനൗൺസിയേഷൻ ജെൻസി എന്നാണ്, ജനറേഷൻ സി. ജെൻസി ആ എന്നാണ് Z ജനറേഷൻ എന്നാണ് സാറേ. എന്നാണ്. അപ്പൊ ആ ഇസഡ് എന്നുള്ളത് ആ തന്നെയാണ് സി എന്ന് പറയുന്നത് ജെൻസി തന്നെയാണ്. ജെൻസി. യെസ്, അങ്ങനെ തന്നെയാണ്. ഞാനത് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, യങ് ആയിട്ടുള്ളവരെ എല്ലാം ഒന്നിച്ച് നമ്മൾ ജെൻസികൾ അങ്ങോട്ട് പറയുകയാണ്. അല്ല അല്ല ശരിക്കും അങ്ങനെയുള്ള ജെൻസി എന്ന് മാറ്റങ്ങളുണ്ട്. കാര്യം പറയുന്നത് നമ്മളിപ്പോ 97 to ജനറേഷൻ 2012 ആണോ? ഉള്ളവരെയാ ഞാനത് ജെൻസി സെർച്ച്. എന്ന് പറയുന്നത്. യെസ്. ആ മാഡം അതല്ല, ചില നേരത്തെ ഇപ്പൊ അതിപ്പോ എന്ന് പറയുന്നത് ഇപ്പോ 2.0 എന്ന് നമ്മൾ പണ്ട് പറയുമായിരുന്നു. നമ്മുടെ ബാച്ചെല്ലാം ഓക്കെ. പറയുന്നതെല്ലാം 2.0, പക്ഷെ ഇപ്പൊ അവരെന്ന് പറയുന്നതല്ലേ 2.0 ആണ് പറയുന്നത്. ഇതുപോലുള്ള ആ മാറ്റങ്ങൾ ഈ ഓക്കെ. ജനറേഷൻ അതെ, വന്നിട്ടുണ്ട്. ഓരോരോ മാറ്റങ്ങൾ അതായത് അങ്ങനെ ഇസഡ് വന്നുകൊണ്ടിരിക്കും. എന്നുള്ളതിന് പലപ്പോഴും സി എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ പ്രൊണൗൺസ് ചെയ്യുന്നത്. അതെ, ആ ഇസഡിന് പകരമാണ് സി. അപ്പൊ സി ജെൻസി ആയിട്ടുണ്ട്. തന്നെയാണ്. അതെ. അപ്പൊ ഓക്കെ. ഇനിയിപ്പോ അടുത്ത മീറ്റിംഗ്, അടുത്ത ഓക്കെ, ക്ലാസ് താങ്ക് യു. എവിടെയാണ്? ഞങ്ങൾക്ക് ഒന്ന് പ്രസന്റ് ആവാൻ അത്രയ്ക്ക് നന്നായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാണ്. താങ്ക് ആ യു. അംബിയാജി, രണ്ട് ചോദ്യം. അംബിക മാം ആ അറിയിക്കും. അമ്മ അംബിയാജി, നിങ്ങളുടെ ഈ സൈക്കോളജി ഇഗ്നോ ആണോ, എവിടെ നിന്നാണ് സൈക്കോളജി? പിന്നെ MA ഇംഗ്ലീഷ് എപ്പോഴാ? ഇഗ്നോയിൽ നിന്ന് എടുത്തേ സാറേ. ഇഗ്നോ ആണ്, ഇഗ്നോ ആണ്. MA ഇംഗ്ലീഷ് എപ്പോഴാ പഠിച്ചത്? അത് ഞാൻ സർവീസിലേക്ക്, അതൊക്കെ വെറുതെ ഒരു രസത്തിന് വേണ്ടി പഠിക്കുന്നതല്ലേ സാർ. അത് ഇഗ്നോയിൽ തന്നെ പഠിച്ചത്. ഞാൻ BA ഇംഗ്ലീഷ് റെഗുലർ ആയിരുന്നു. അത് കഴിഞ്ഞൊരു ഡിപ്ലോമയും കഴിഞ്ഞിട്ടാണ് ഞാൻ സർവീസിൽ കയറിയത്. എന്തായാലും പ്രൊമോഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ആയിരുന്നു 3 ഇയർ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും സർവീസിൽ കയറിയിട്ടാണ് BTech MTech ഒക്കെ പഠിച്ചത്. ഒരുപാട് കഷ്ടപ്പെട്ടു മക്കളെയൊക്കെ വെച്ചിട്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കിങ്ങനെ MA ഇംഗ്ലീഷ്, അത് ഇഗ്നോയിൽ നിന്ന് തന്നെ എടുത്തത്. അത് കഴിഞ്ഞ് ഓക്കെ, കുറച്ച് ഗുഡ്. കഴിഞ്ഞപ്പോഴാണ് ഇത് പഠിച്ചത്. ഇപ്പോഴും ഞാൻ ഇപ്പൊ ഈ യങ് ആയിട്ടുള്ള ആളുകളെ കൂടെ എപ്പോഴും പഠിക്കണത്. അപ്പൊ അതിലെനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തത്, നമ്മളെ എങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു സെഷൻ എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റിയതും പിന്നെ അർച്ചന മാമിന്റെ ഒരു ഇതിനകത്തുണ്ട്, മെന്ററിങ്. ഓക്കെ, ഗുഡ്. അംബിക ടീച്ചർ, വളരെ നല്ല സെഷൻ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ. സീനയാണ് നമ്മുടെ. അതെ, ഇന്ന് എന്റെ 2 ഫ്രണ്ട്സും എന്നുള്ളതായിരുന്നു, ട്രെയിനറും സീന മാമും അതുപോലെ തന്നെ അതെ അംബിക ഞങ്ങൾ മാമും. രണ്ടുപേരും ഇതിനകത്ത് കൊണ്ടുവന്നത് സീനയാണ്. താങ്ക് യു സീന. 2 പേരും ഉഷാറാക്കി കേട്ടോ, നല്ല ടോപ്പിക്. ഇന്ന് പ്രത്യേകിച്ച് മാം വളരെ ലുക്കായിട്ടുണ്ട്, അതായത് ഒന്നുകൂടെ ഓക്കെ, താങ്ക് യു. ആയിട്ടുണ്ട്. നല്ല, അതുപോലെ ടോപ്പിക് കണ്ടന്റ് എപ്പോഴും എനിക്കറിയാം മാമിന്റെ റിച്ച് തന്നെ ആയിരിക്കും. അത് ഈ ഇതിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ലൈഫ് ടെക്നോ കണ്ട് പരിചയമുണ്ട്, പക്ഷെ ഇതിലും തന്നെയാണ്. അത് ഏറ്റവും സൂപ്പർ. അതുപോലെ തന്നെ എല്ലാം രീതിയിൽ നമ്മളെ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിലൊക്കെ നല്ല മികച്ച പെർഫോമൻസ് തന്നെയാണ് മാം ഇവിടെ നടത്തിയിരിക്കുന്നത് കേട്ടോ. വളരെ ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു സീന, താങ്ക് യു. ഗുഡ് ഈവനിങ് അംബിക മാം. ഓക്കെ, നല്ലൊരു സെഷൻ, നല്ലൊരു ടോപ്പിക്. എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്കിത് കേട്ടുകൊണ്ടിരിക്കുക. മാം നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് എടുത്തു. അതേ രീതിയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഈ ജനറേഷൻസ് തമ്മിലെ ഗ്യാപ്പ് ഫിൽ ചെയ്യാന്നുള്ളതാണ്. അത് റെഡ്യൂസ് ചെയ്യാം മാക്സിമം. നമ്മൾ ജനറേഷൻസ് തമ്മിൽ എല്ലാ ജനറേഷൻ, ബിക്കോസ് ഒരു ജനറേഷൻ കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ആണല്ലോ. ഈ പ്രസന്റ് ജനറേഷൻ എപ്പോഴും പ്രീവിയസ് ജനറേഷനും നെക്സ്റ്റ് ജനറേഷനായിട്ട് നല്ലൊരു ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ബേസ്ഡ് ആയിട്ട് പോയാൽ കുറെ പ്രോബ്ലംസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അണ്ടർസ്റ്റാൻഡിങ് വേണം ബിറ്റ്വീൻ ദീസ് ജനറേഷൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ മാം എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്കതൊരു ന്യൂ ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഏത് ജനറേഷൻ, കൂടുതൽ അതിനെ കുറിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാത്തത് കൊണ്ട് എനിക്കിപ്പോ മനസ്സിലായി ഞാൻ ഏത് ജനറേഷൻ ബിലോങ് ചെയ്യുന്നതാണ്. നല്ലൊരു ടോപ്പിക്കാണ് മാം. ആൻഡ് ദിസ് ടോപ്പിക് വിൽ ഓൾവേസ് കണ്ടിന്യൂ, ബിക്കോസ് നമുക്ക് ഓരോ ജനറേഷൻ മാറി വരുമ്പോൾ
അതായത് ജനറേഷനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് ഉണ്ടാവും, ഡിഫറൻസസ് ഉണ്ടാവുമല്ലോ, ആ ഡിഫറൻസസും നമുക്ക് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. സോ വെരി വെൽ പ്രസന്റഡ്. ബെസ്റ്റ് വിഷസ് മാം. May you be able to take many sessions. Thank you, ma'am. Thank you, Chandra ma'am. Thank you. അപ്പോ അംബിക മാം, Okay. Thank you. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് റിച്ച് ആയി തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഏരിയാസ് കവർ ചെയ്ത് തന്നെ ആ വിഷയം സംസാരിച്ചു. എനിക്കറിയാം ഈ ഒരു വിഷയം സംസാരിക്കാൻ 1 മണിക്കൂറൊന്നും അല്ല അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയുന്ന കാര്യമാണ്. എന്നാൽ പോലും എല്ലാ ഏരിയാസും ഈ ഒരു വിഷയം വളരെ നല്ല ക്ലാരിറ്റിയോടുകൂടി എല്ലാവരുടെ അടുത്തേക്കും എത്തിച്ചു. ഒരുപാട് നന്ദി. അതുപോലെ തന്നെ അംബിക മാമിന് നല്ലൊരു ഇൻട്രോ തന്ന ഹസീന മാമിന് ഒരുപാട് നന്ദി. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇത്രയും നേരം ഇവിടെ ഇന്ന് ഫീഡ്ബാക്ക് ഒക്കെ തന്ന് ട്രെയിനേഴ്സിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമ്മൾ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് ഫ്രൈഡേ കാണാം. അന്നും ഇതുപോലെ വന്ന് സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Thank you. ഗുഡ് നൈറ്റ്. Thank you. Thank you all. എല്ലാവർക്കും Good night. big thanks. Okay.